നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തലസ്ഥാന വീഥികളിൽ അണപൊട്ടി സ്ത്രീരോക്ഷം. നിയമസഭയിലേക്ക് മാർച്ച് നടത്തി ആശാ വർക്കർമാർ. ADM നവീൻ ബാബുവിന്റെ മരണം. CBI അന്വേഷണം തള്ളി ഹൈക്കോടതി. മദ്യനിർമ്മാണ കമ്പനിയുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ്. അമേരിക്കയുമായി ഇപ്പോഴും കരാറിന് തയ്യാർ, എന്നാൽ യുക്രൈന്റെ ഭൂമി റഷ്യയ്ക്ക് നൽകില്ലെന്ന് സെലൻസ്കി. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന പ്രസംഗത്തിനിടെ രമേശ് ചെന്നിത്തല ആവർത്തിച്ചതിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ അതിക്രമങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തെക്കുറിച്ചുമുള്ള ചർച്ചയ്ക്കിടെ പലവട്ടം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. അതേസമയം ഇടയ്ക്കിടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഓരോ ചോദ്യം ചോദിച്ചാൽ പോരാ, നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി ക്ഷുഭിതനായി പ്രതികരിച്ചു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത്? ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ. സംസ്ഥാനത്ത് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ചും ലഹരി വ്യാപനം രൂക്ഷമാകുന്നതിനെക്കുറിച്ചും നിയമസഭയിൽ മറ്റ് നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം. രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. 9 വർഷം ഭരിച്ചിട്ടും ഒരു തരത്തിലുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടുവെന്നും സർക്കാരാണ് ഉത്തരവാദിയെന്നും ചെന്നിത്തല പറഞ്ഞു. കുട്ടികൾ ലഹരിക്ക് അടിമകളാവുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയും കോഴിക്കോട്ടെ ഷഹബാസിന്റെ കൊലപാതകവും ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളം ഒരു കൊളംബിയയായി മാറുകയാണോ? പണ്ട് പഞ്ചാബിനെ കുറിച്ചാണ് ലഹരിയുടെ കേന്ദ്രമായി പറഞ്ഞിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ യുവാക്കളുടെ ജീവിതത്തെ രാസലഹരി നശിപ്പിക്കുകയാണ്. യുവത്വം പുകഞ്ഞ് ഇല്ലാതാവുകയാണ്. സംസ്ഥാനത്ത് മദ്യമൊഴുകുന്ന പുതിയ എക്സൈസ് നയം പുതുതലമുറയോടുള്ള ചതിയാണ്. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുവാനാണ് പുതിയ ബ്രൂവറി അനുവദിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. കലാലയങ്ങളിൽ SFI ആണ് റാഗിങ്ങിന് നേതൃത്വം നൽകുന്നത്. എന്നാൽ അവരെ തിരുത്തുവാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഇതുപോലെ തന്നെ തുടർന്നാൽ മതിയെന്നാണ് അവരുടെ യോഗത്തിൽ പോയി മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ശരിയായ നിലപാടല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. TP ചന്ദ്രശേഖരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾക്ക് 3 വർഷത്തോളം പരോൾ നൽകിയ സർക്കാർ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്ന് ചെന്നിത്തല ചോദിച്ചു. താൻ എന്ത് പ്രസംഗിക്കണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കതിനുള്ള അവകാശമുണ്ട്. നാട്ടിൽ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പറയുവാൻ മുഖ്യമന്ത്രിയുടെ ചീട്ട് ആവശ്യമില്ല. അതും പറയും. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നത് അൺപാർലമെന്ററി അല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അതേസമയം വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്നും അതിനുള്ള അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങളല്ല പറയേണ്ടതെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതോടെ ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തു വന്നു. ദിവസങ്ങൾ നീണ്ട സമരം കണ്ടില്ലെന്ന് നടിച്ച സർക്കാരിന് കടുത്ത താക്കീതുമായി തലസ്ഥാന വീഥികളിൽ അണപൊട്ടി സ്ത്രീരോക്ഷം. 100 കണക്കിന് ആശാ വർക്കർമാരാണ് കൊടും ചൂടിൽ തളരാതെ അവകാശ പോരാട്ടത്തിനായി നിയമസഭാ മാർച്ചിൽ അണിനിരന്നത്. വനിതാ പ്രവർത്തകരുടെ ചോരാത്ത ആവേശം CPM നേതാക്കളുടെ ഉൾപ്പെടെ പരിഹാസ വാക്കുകൾക്കുള്ള ശക്തമായ മറുപടിയായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് ആശാ വർക്കർമാരാണ് എത്തിച്ചേർന്നത്. സമരം 22ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ നിയമസഭാ സമ്മേളനം തുടങ്ങിയത് കണക്കിലെടുത്താണ് ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഓണറേറിയവും ഇൻസെന്റീവ് കുടിശ്ശികയും സർക്കാർ അനുവദിച്ചെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഉപാധികൾ പിൻവലിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന നിലപാടാണ് സമരസമിതിയുടേത്. കോൺഗ്രസ് ഉൾപ്പെടെ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. അതേസമയം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നത് കേന്ദ്ര പദ്ധതിയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. ആശാ വർക്കർമാരെ
സന്നദ്ധ പ്രവർത്തകരായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അവരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയമായ 7000 രൂപ നൽകുന്നത് കേരളത്തിലാണ്. ഇതുകൂടാതെ 3000 രൂപ ഫിക്സഡ് ഇൻസെന്റീവ് ഉണ്ട്. ഇതിനു പുറമെയാണ് സേവനങ്ങൾക്കുള്ള പ്രതിഫലം. കേരളത്തിൽ ജനുവരിയിലെ കണക്കനുസരിച്ച് 90% ആശാവർക്കർമാർക്കും 10,000 മുതൽ 13,000 രൂപ ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഓണറേറിയം ലഭിക്കുന്നതിനുള്ള 10 മാനദണ്ഡങ്ങൾ മാറ്റണമെന്ന് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് മാനദണ്ഡങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശാവർക്കർമാർക്ക് കൊടുക്കേണ്ട 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കണക്ക് പരിശോധിക്കുമ്പോൾ ആശമാർക്ക് 90% ആശമാർക്ക് കേരളത്തിൽ ലഭിക്കുന്ന തുക 10,000-നും 13,000-നും ഇടയിലാണ് സർ. 90% ആശമാർ, അതായത് 26,125 പേരിലും 90% പേർക്കും 10,000-നും 13,000-നും ഇടയിൽ തുക അവർക്ക് വേതനം ലഭിക്കുന്നുണ്ട് സർ. 10 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 7,000 രൂപ നൽകി വന്നിരുന്നത്. 2017 ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സർ. അപ്പോൾ ആശമാര് ഫെബ്രുവരി മാസം 6-ാം തീയതി ഇവിടെ സമരം നടത്തി. ആ സമരത്തെ തുടർന്ന് അവരെന്നെ കാണാൻ വന്നു, ഇക്കാര്യം ഉന്നയിച്ചു. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനം, ഈ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റണം എന്നുള്ളത് അവർ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ സർ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു. 7-ാം തീയതി തന്നെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഒരു പ്രൊസീഡിംഗ്സ് ഇറക്കി, ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു. ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഈ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട് സർ. അതിനിടെ പൊരിഞ്ഞ വെയിലത്തും മഞ്ഞത്തും മഴയത്തും സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് സർക്കാരിന് അനുകമ്പ തോന്നിയില്ലെങ്കിൽ പിന്നെ അവരൊക്കെ എങ്ങനെയാണ് മനുഷ്യരാകുന്നതെന്ന് സമരത്തിനെത്തിയ ഒരു സ്ത്രീ ചോദിച്ചു. നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളതെന്ന് ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചു. സമരം ചെയ്യുന്ന തൊഴിലാളികളെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതാണോ കമ്മ്യൂണിസ്റ്റ് രീതി? ആരോടാണ് യുദ്ധപ്രഖ്യാപനം? തീവ്ര വലതുപക്ഷ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും സമരത്തിനെത്തിയ വി.ഡി. സതീശൻ പറഞ്ഞു. കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഭാര്യ മഞ്ജുഷയുടെ അപ്പീലാണ് കോടതി തള്ളിയത്. അപ്പീൽ തള്ളുന്നുവെന്ന ഒറ്റവരി ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നുമാണ് ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം. CPM നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ പ്രതിയായ കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നായിരുന്നു മഞ്ജുഷയുടെ ഹർജിയിലെ ആക്ഷേപം. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ടെന്നും കുടുംബം നിലപാടെടുത്തിരുന്നു. എന്നാൽ അന്വേഷണം നേരായ വഴിക്കാണെന്നും ആത്മഹത്യയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്നുമായിരുന്നു സർക്കാർ നിലപാട്. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBIയും കോടതിയെ അറിയിച്ചിരുന്നു. 2024 ഒക്ടോബർ 15-നായിരുന്നു നവീൻ ബാബുവിന്റെ മരണം. ജനുവരി 6-നാണ് CBI അന്വേഷണ ആവശ്യം ഹൈക്കോടതി തള്ളിയത്. കേസ് കണ്ണൂർ DIGയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നും SIT സുതാര്യമായ അന്വേഷണം നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ കുറ്റാരോപിതരെ പരീക്ഷ എഴുതുവാൻ അനുവദിക്കില്ലെന്ന് KSUവും MSFും. വിദ്യാർത്ഥികളെ വെള്ളിമാടുകുന്നിലെ പരീക്ഷാ കേന്ദ്രത്തിൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസും MSFും പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് രാവിലെ വെള്ളുമാടുകുന്ന ജുവനൈൽ ഹോമിന് മുന്നിൽ KSU പ്രവർത്തകരും MSFും പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധിക്കാനെത്തിയ 6 KSU പ്രവർത്തകരെയും MSF പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കെയർ ഹോമിന് മുൻപിൽ കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് KSUവിന്റെയും MSFിന്റെയും തീരുമാനം. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തായിരുന്നു കുറ്റാരോപിതരായവരുടെ പരീക്ഷാ കേന്ദ്രം താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കോഴിക്കോട് വെള്ളിമാടുകുന്നിലേക്ക് മാറ്റിയത്. പരീക്ഷാ കേന്ദ്രം മാറ്റണമെന്നാവശ്യപ്പെട്ട് താമരശ്ശേരി പോലീസ് പരീക്ഷാ ഭവൻ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും കത്ത് നൽകിയിരുന്നു. ജുവനൈൽ ഹോമിനടുത്ത കേന്ദ്രങ്ങളിൽ സജ്ജീകരണം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു നടപടി. കുട്ടികളെ പരീക്ഷയ്ക്കെത്തിച്ചാൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് പൊതുവികാരം മാനിക്കണമെന്നും വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തുന്നത് മറ്റു കുട്ടികളെ ബാധിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നു. വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കരുതെന്ന ആവശ്യവുമായി MSFും രംഗത്തെത്തി. താമരശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളായ 5 പേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്.
ട്യൂഷൻ സെന്ററിലുണ്ടായ പ്രശ്നത്തിന്റെ ചുവട് പിടിച്ചു നടന്ന വിദ്യാർത്ഥി സംഘർഷത്തിലായിരുന്നു 15-കാരനായ ഷഹബാസിന് ജീവൻ നഷ്ടമായത്. താമരശ്ശേരിയിലെ ട്രിസ് ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സെന്റ് ഓഫ് സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെ ഷഹബാസ് പഠിച്ചിരുന്ന എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഡാൻസ് അവതരിപ്പിക്കുകയും അപ്രതീക്ഷിതമായി പാട്ട് നിൽക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് താമരശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു. ഇതോടെ 2 സ്കൂളിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉടലെടുത്തു. അതേസമയം ഷഹബാസിനെ മർദ്ദിക്കുവാൻ ഉപയോഗിച്ച നഞ്ചക് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതികളുടെ വീട്ടിൽ നിന്ന് നടത്തിയ റെയ്ഡിലാണ് പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്ന് ഷഹബാസിനെ അടിക്കുവാൻ ഉപയോഗിച്ച ആയുധം ലഭിച്ചത്. ഡിജിറ്റൽ തെളിവുകളായ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയും പിടിച്ചെടുത്തു. റിമാൻഡിലായ 5 വിദ്യാർത്ഥികളുടെയും വീട്ടിൽ ഒരേ സമയമാണ് പോലീസ് പരിശോധന നടത്തിയത്. ഒയാസിസ് കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ്. അപേക്ഷ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 10 ഘട്ടമായി പരിശോധന നടത്തിയെന്നും മന്ത്രി പറഞ്ഞു. ആശങ്ക വന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പരിശോധിച്ചെന്നും MP രാജേഷ് കൂട്ടിച്ചേർത്തു. ഒയാസിസ് കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവര് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ സർക്കാരിന്റെ മുമ്പിൽ വന്നു. 10 ഘട്ടങ്ങളിലുള്ള പരിശോധന അതിൽ നടന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി. ഒരു ഘട്ടത്തിൽ ഈ ശുപാർശ മുന്നിൽ വന്നപ്പോ, സർക്കാരിന്റെ മുമ്പിൽ വന്നപ്പോ, എന്താണ് വെള്ളത്തിന്റെ സ്രോതസ്, എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്നതിൽ വ്യക്തമായ ശുപാർശ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ശുപാർശ സഹിതം പുനഃസമർപ്പിക്കുകയും ചെയ്തു. ഒയാസിസ് കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ്. മലമ്പുഴയിൽ നിന്നും വ്യാവസായിക ആവശ്യങ്ങൾക്ക് വെള്ളം നൽകുവാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്നും നിലവിൽ മലമ്പുഴ ഡാമിലെ വെള്ളത്തിൽ കുറവ് വരില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾക്ക് ധാരാളം വെള്ളം ലഭിക്കുമെന്നും MP രാജേഷ് പറഞ്ഞു. കൊക്കക്കോളയ്ക്കെതിരായ സമരം ശരിയായിരുന്നുവെന്നും ഭൂഗർഭ ജലചൂഷണം, ജലമലിനീകരണം എന്നിവ ഉള്ളതിനാലാണ് സമരം ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒയാസിസ് കമ്പനി ഒരൊറ്റ ഭൂഗർഭ ജലം എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാരിന് വാശിയാണെന്നും പ്ലാച്ചിമടയിൽ സമരം ചെയ്തവരാണ് CPM എന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. സ്പിരിറ്റ് ഇടപാടിനായി DRS നേതാവ് K കവിത താനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിലും മന്ത്രി മറുപടി നൽകി. CPIM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായി മരിക്കുമെന്നും MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആകുമെന്നും തനിക്ക് എക്സൈസ് വകുപ്പ് തന്നെ ലഭിക്കുമെന്നും ത്രികാല ജ്ഞാനത്തോടെ മനസ്സിലാക്കിയെന്നും അദ്ദേഹം ആക്ഷേപിച്ചു. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിൽ കൂടുതൽ കേസുകളിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അനിയനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമ്മൂട് പോലീസ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഡോക്ടർമാർ അനുമതി നൽകിയാൽ പ്രതിയെ ഇന്ന് ആശുപത്രിയിൽ നിന്നും ജയിലിലേക്ക് മാറ്റും. ജയിലിലേക്ക് മാറ്റിയാൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി അഫാനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അർബുദം ബാധിച്ച അമ്മയെ കഴുത്ത് ഞെരിച്ച ശേഷം അഫാൻ ചെയ്തത് തുടർച്ചയായ 5 കൊലപാതകങ്ങളാണ്. കടബാധ്യതയെ തുടർന്ന് ബന്ധുക്കളിൽ നിന്നുണ്ടായ അവഹേളനമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് അഫാന്റെ മൊഴി. അഫാൻ മറ്റ് 2 കൊലപാതകങ്ങൾ കൂടി ആസൂത്രണം ചെയ്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അമ്മയുടെ 2 ബന്ധുക്കളെ കൂടി കൊല്ലുവാനുള്ള പദ്ധതി അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി. തട്ടത്തുമലയിലുള്ള അമ്മയുടെ ബന്ധുക്കളിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. ബന്ധുക്കൾ പണം തിരിച്ചു ചോദിച്ചപ്പോൾ തർക്കമുണ്ടായി. ഇതിൽ വലിയ വൈരാഗ്യം അഫാന് ബന്ധുക്കളോടുണ്ടായിരുന്നു. മുത്തശ്ശിയെയും അച്ഛന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുമ്പോൾ അമ്മയുടെ ബന്ധുക്കളെയും ലക്ഷ്യം വെച്ചിരുന്നു. കൊലപാതകങ്ങൾ ചെയ്യുന്നതിനിടെ മദ്യപിച്ചു. പെൺസുഹൃത്തിനെയും അനുജനെയും കൊന്നതിനു ശേഷം വിഷം കഴിച്ചതിനാൽ വാഹനമെടുത്ത് തട്ടത്തുമലയിലേക്ക് പോകുവാൻ കഴിഞ്ഞില്ലെന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയത്. അല്ലെങ്കിൽ കൊലപാതകങ്ങളുടെ എണ്ണം കൂടുമായിരുന്നു. കേസിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി വ്യക്തമാകേണ്ടത് സാമ്പത്തിക ബാധ്യതകളാണ്. വൻ സാമ്പത്തിക ബാധ്യതയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് അഫാൻ പറഞ്ഞിരുന്നു. എന്നാൽ അത്രയധികം സാമ്പത്തിക ബാധ്യതയില്ലെന്നാണ് അഫാന്റെ അച്ഛൻ റഹീം നൽകിയ മൊഴി. അഫാൻ ഇനി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നാണ് വ്യക്തമാകേണ്ടത്. വിശദമായ അന്വേഷണത്തിൽ മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരിക. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുവാനാണ് പോലീസിന്റെ നീക്കം. ജീവനൊടുക്കിയ പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ജോർജ് P. അബ്രഹാമിന്റെ ഫാം ഹൌസിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. തനിക്ക് പ്രായാധിക്യമായെന്നും
അതിനെ തുടർന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം അലട്ടുന്നുണ്ടെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. പഴയതുപോലെ ശസ്ത്രക്രിയ നടത്തുവാൻ കഴിയുന്നില്ല. ഇതിൽ തനിക്ക് നല്ല നിരാശയുണ്ടെന്നും ജോർജ് പി അബ്രഹാമിന്റെ ആത്മഹത്യാ കുറിപ്പിൽ വിശദീകരിക്കുന്നു. ഡോക്ടർ ജോർജിന്റെ നട്ടെല്ലിന് അടുത്തിടെ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ഇന്നലെ രാത്രിയാണ് നെടുമ്പാശ്ശേരിക്കടുത്ത് തുരുത്തിശ്ശേരിയിലെ സ്വന്തം ഫാം ഹൌസിൽ ഡോക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരമാണ് സഹോദരനൊപ്പം അദ്ദേഹം ഫാം ഹൌസിലെത്തിയത്. തുടർന്ന് സഹോദരനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഡോക്ടറെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. വൃക്ക ശസ്ത്രക്രിയ രംഗത്തെ പ്രമുഖ ഡോക്ടർ എന്ന നിലയിലാണ് ഡോക്ടർ ജോർജ് പി അബ്രഹാം അറിയപ്പെടുന്നത്. സംസ്ഥാനത്ത് ഏറ്റവുമധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ആളാണ് ജോർജ് പി എബ്രഹാം. 25 വർഷത്തിനിടയിൽ വ്യക്തിഗതമായി 2500-ലധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ദാതാവിന് ലാപ്രോസ്കോപ്പിക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ മൂന്നാമത്തെ ശസ്ത്രക്രിയ വിദഗ്ധനാണ് ഇദ്ദേഹം. യു പ്രതിഭ MLAയുടെ മകൻ കനിവ് പ്രതിയായ കഞ്ചാവ് കേസിലെ 2 സാക്ഷികൾ കൂറുമാറി. തകഴി സ്വദേശികളായ 2 പേരായിരുന്നു കേസിലെ സാക്ഷികൾ. കഞ്ചാവ് ഉപയോഗം കണ്ടില്ലെന്നാണ് ഇവർ മൊഴി മാറ്റിയത്. പ്രതിഭയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുൻപിൽ സാക്ഷികൾ മൊഴി മാറ്റിയത്. ഡിസംബർ 28-നാണ് ആലപ്പുഴ തകഴിയിൽ നിന്ന് യു പ്രതിഭ MLAയുടെ മകൻ കനിവുൾപ്പെടെ 9 പേരെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത്. കഞ്ചാവ് കൈവശം വെച്ചതിനും പൊതുസ്ഥലത്ത് കഞ്ചാവ് ഉപയോഗിച്ചതിനുമായിരുന്നു കേസെടുത്തത്. കേസിൽ 9ാം പ്രതിയായിരുന്നു കനിവ്. ജാമ്യം കിട്ടുന്ന വകുപ്പുകളായതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. സംഭവം വാർത്തയായതോടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ലെന്നും വ്യാജ വാർത്തയാണെന്നുമുള്ള വാദങ്ങളുമായി യു പ്രതിഭ പരസ്യമായി രംഗത്തെത്തി. പിന്നാലെ കേസിന്റെ FIR ഉൾപ്പെടെ പുറത്തു വന്നതോടെ വിവാദം രൂക്ഷമായി. നിയമസഭയിലും CPM ജില്ലാ സമ്മേളനത്തിലും എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ യു പ്രതിഭ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഭ MLA മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും എക്സൈസ് കമ്മീഷണർക്കും പരാതി നൽകി. തുടർന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയുണ്ടായി. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നടപടികളിൽ വീഴ്ച സംഭവിച്ചുവെന്നും വൈദ്യപരിശോധന നടത്തിയില്ലെന്നുമാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പ്രതിയുടെ മകനടക്കം 7 പേർക്കെതിരെ കേസ് നിലനിൽക്കുവാൻ സാധ്യതയില്ലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പ്രതികളിൽ കഞ്ചാവ് കണ്ടെടുത്ത 2 പേർക്കെതിരെ മാത്രമേ കേസ് നിലനിൽക്കുകയുള്ളൂ. കനിവ് കഞ്ചാവ് വലിച്ചതിന് സാക്ഷികളില്ലെന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത്. ഓസ്കാറിൽ റെക്കോർഡുകൾ തകർത്ത് ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അനോറ. മികച്ച ചിത്രം, സംവിധാനം, എഡിറ്റിംഗ്, അവലംബിത തിരക്കഥ, മികച്ച നടി ഉൾപ്പെടെ പ്രധാന 4 പുരസ്കാരങ്ങൾ അനോറ സ്വന്തമാക്കി. മൈക്കി മാഡിസൺ ആണ് മികച്ച നടി. സംവിധാനം, എഡിറ്റിംഗ്, അവലംബിത തിരക്കഥ എന്നിവ 3ഉം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷോൺ ബേക്കർ ആണെന്നതാണ് മറ്റൊരു പ്രത്യേകത. ദി ബ്രൂട്ടലിസ്റ്റിന്റെ പ്രകടനത്തിന് എഡ്രിയൻ ബ്രോഡി മികച്ച നടനായി തിരഞ്ഞെടുത്തു. മികച്ച സഹനടനുള്ള പുരസ്കാരമായിരുന്നു ഓസ്കാർ നിശയിലെ ആദ്യ പ്രഖ്യാപനം. എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കിരൺ കൾക്കിനാണ് മികച്ച സഹനടനുള്ള ഓസ്കാർ. 42-കാരനായ കിരൺ ഹോം എലോൺ സിനിമയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരമാണ്. എമിലിയ പെരസിയിലൂടെ സോയി സൽദാന മികച്ച സഹനടിയായി. ഫ്ലോ ആണ് മികച്ച ആനിമേറ്റഡ് ചിത്രം. ലാത്വിയയിൽ നിന്നും ഓസ്കാർ നേടുന്ന ആദ്യത്തെ ചിത്രമാണ് ഫ്ലോ. വിക്കറ്റ് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടി. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ നേടുന്ന ആദ്യ കറുത്തവർഗക്കാരനായി പോൾ ടേസ്വെൽ ചരിത്രം സൃഷ്ടിച്ചു. ബ്രസീലിയൻ ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ ആണ് മികച്ച ഇതര ഭാഷാ ചിത്രം. അതേസമയം ഏറ്റവുമധികം നോമിനേഷനുകൾ ലഭിച്ച എമിലിയ പെരസ്, ബ്രൂട്ടലിസ്റ്റ് എന്നീ സിനിമകൾക്ക് നിരാശയായിരുന്നു ഫലം. മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാറിനായി മത്സരിച്ച 10 എണ്ണത്തിൽ ഷാക് ഓഡിയയുടെ സ്പാനിഷ് മ്യൂസിക്കൽ എമിലിയ പെരസിന് 13 നാമനിർദ്ദേശങ്ങളാണ് ലഭിച്ചത്. ഇംഗ്ലീഷ് ഇതര ഭാഷാ സിനിമയ്ക്ക് ഇത്രയധികം നാമനിർദ്ദേശങ്ങൾ ഇതാദ്യമായായിരുന്നു. ട്രാൻസ്ജെൻഡർ അധോലോക നേതാവിന്റെ കഥ സംഗീത സാന്ദ്രമായി ആവിഷ്കരിച്ച സിനിമയിലെ മുഖ്യവേഷം ചെയ്ത കാർല സോഫിയ ഗാസ്കോൺ ട്രാൻസ് വ്യക്തിയാണ്. ദി ബ്രൂട്ടലിസ്റ്റ്, വിക്കറ്റ് എന്നീ സിനിമകൾക്ക് 10 നാമനിർദ്ദേശം വീതം ലഭിച്ചു. ഡയറക്ടേഴ്സ് ഗിൽഡ്, പ്രൊഡക്ഷൻ ഗിൽഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ നേടിയതോടെ അനോറ സാധ്യതാ പട്ടികയിൽ മുന്നിലായിരുന്നുവെങ്കിലും ഈ അട്ടിമറി പ്രേക്ഷകരും പ്രതീക്ഷിച്ചിരുന്നില്ല. യുക്രൈനിലെ ധാതു വിഭവങ്ങൾ സംബന്ധിച്ച് അമേരിക്കയുമായി കരാറിൽ ഒപ്പിടാൻ താൻ ഇപ്പോഴും തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി. വാഷിംഗ്ടണിൽ നിന്ന് മടങ്ങിയത് ഒരു കരാറുമില്ലാതെയാണ്.
യുഎസുമായി ക്രിയാത്മകമായ സംഭാഷണത്തിന് ഇപ്പോഴും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ യുക്രൈന്റെ നിലപാട് കൂടി കേൾക്കണമെന്നത് മാത്രമാണ് തന്റെ ആഗ്രഹമെന്നും സെലൻസ്കി പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ച കടുപ്പമേറിയതായിരുന്നുവെന്ന് ലണ്ടനിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സെലൻസ്കി സമ്മതിച്ചു. ഈ യുദ്ധത്തിലെ അക്രമി ആരാണെന്ന് സഖ്യകക്ഷികൾ ഓർക്കണമെന്ന് യുക്രൈൻ ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു. യുക്രൈനും യുഎസും തമ്മിലുള്ള സുരക്ഷാ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് ധാതു ഇടപാടിനെ ആദ്യം കണ്ടതെന്ന് സെലൻസ്കി പറഞ്ഞു. പക്ഷേ യുഎസും യുക്രൈനും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിച്ചു. റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതിനെ ചൊല്ലിയായിരുന്നു പ്രധാന ഭിന്നത. വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ക്ഷണിച്ചാൽ താൻ വീണ്ടും വൈറ്റ് ഹൌസിൽ എത്തുമെന്ന് സെലൻസ്കി പറഞ്ഞു. പക്ഷേ യുക്രൈന്റെ ഭൂമി റഷ്യയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച അധിനിവേശത്തിലൂടെ യുക്രൈന്റെ 20% ഭൂമി റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.